ചൈന വിസിറ്റ് കഴിഞ്ഞ് ചൈനയിലെ ഹെൽത്ത് സിസ്റ്റത്തിനെ പറ്റി എന്തെങ്കിലും പറയാത്തതെന്ന് ഇങ്ങനെ ചോദിച്ചു പലരും. അപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് അതിനെപ്പറ്റി പറയാമെന്ന് വിചാരിച്ചു. ഈ ഹെൽത്ത് സിസ്റ്റം ചൈനയിൽ ബേസിക്കലി ഒരു 80% സർക്കാരിൻ്റെ ആണ്. ഇപ്പോൾ കൂടുതൽ കോർപ്പറേറ്റ് ആശുപത്രികളൊക്കെ വരുന്നുണ്ട്, വലിയ വലിയ ആശുപത്രികൾ. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെൽത്ത് ഇത് ഒന്നും ഫ്രീ അല്ല, എല്ലാം ഇൻഷുറൻസ് വഴിയാണ്. ഇൻഷുറൻസിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്, ദർ ഇസ് കോ പേയ്മെൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100 രൂപ ആണ് ചികിത്സ ചിലവെങ്കിൽ ഒരു 75 രൂപ ഇൻഷുറൻസ് കൊടുക്കും, ഈ 25 രൂപ നമ്മൾ കൊടുക്കണം. അതേസമയം ഇൻഷുറൻസ് പ്രീമിയം കൂടുതലാണെങ്കിൽ 80 രൂപയും ചിലപ്പോൾ ഇൻഷുറൻസ് കൊടുക്കും, നമ്മൾ 20 കൊടുത്താൽ മതി. പക്ഷേ പ്രീമിയം എത്ര കൂടിയാലും നമ്മളുടെ ഒരു ചെറിയ പേയ്മെൻറ്റ് അവിടെ ഉണ്ടാവും. ടോട്ടലി ഫ്രീ, അതായത് 0 ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ്. നമ്മുടെ പോക്കറ്റിൽ നിന്ന് ഒരു പൈസയും ചിലവാകാത്ത ഒരു ചികിത്സ അവിടെ ഇല്ല. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമ്മുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് പാടില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാനത് വളരെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. ഈ പല ടെസ്റ്റുകൾ, ഇപ്പോൾ ഒരു അസുഖത്തിന് അത്യാവശ്യമായ ടെസ്റ്റുകളുണ്ട്, അത്യാവശ്യമല്ലാത്ത ടെസ്റ്റുകളുമുണ്ട്. അപ്പോൾ ഇതിൽ അത്യാവശ്യമായ ടെസ്റ്റുകൾക്ക് ഇൻഷുറൻസ് ചിലപ്പോൾ 90% കൊടുത്തെന്ന് വരും, അത്യാവശ്യമല്ലാത്തതിന് ചിലപ്പോൾ 50% കൊടുക്കൂ, ചിലപ്പോൾ കൊടുത്തില്ല എന്നും വരും. അപ്പോൾ അങ്ങനെയും ഒരു ചെറിയ ഗ്രഡേഷൻ അവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് എനിക്കൊരു ചെറിയ ജലദോഷമാണ്, ഞാനൊരു കോർപ്പറേറ്റ് ആശുപത്രി പോകില്ല. എന്തുകൊണ്ടാണ്? കോർപ്പറേറ്റ് ആശുപത്രി പോയാൽ 1000 രൂപ ചിലവായാൽ 250 രൂപ ഞാൻ കൊടുക്കണം. അതേസമയം ചെറിയ ആശുപത്രി പോയി കഴിഞ്ഞാൽ 100 രൂപ ചിലവായാൽ 25 രൂപ ഞാൻ കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു ജലദോഷത്തിന് എല്ലായിടത്തും ചികിത്സ ഒന്നല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വളരെ സട്ടിലായിട്ടുള്ള ഒരു ചെറിയ റെസ്ട്രിക്ഷൻ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സിസ്റ്റം ഒരു 3 തലമാണ്. ഒന്ന് പ്രൈമറി ഹെൽത്ത്. പ്രൈമറി ഹെൽത്ത് എന്ന് പറയുമ്പം ഫാമിലി ഫിസിഷ്യനാണ് മാനേജ് ചെയ്യുന്നത്. അതായത് അതിനകത്ത് വാക്സിന്, വയറിളക്കം, മൂക്കൊലിപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ചികിത്സിക്കും. സെക്കൻഡറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ താലൂക്ക് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ആശുപത്രി പോലെ അവിടെ ബ്രോഡ് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പീഡിയാട്രിക്സ്, മെഡിസിൻ, സർജറി അങ്ങനെ. പിന്നെ ഉള്ളത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ്. അത് പലതും കോർപ്പറേറ്റ് ആശുപത്രിയാണ്, സർക്കാരിൻ്റെതും ഉണ്ട്. അവിടെ ഈ പറഞ്ഞ മാതിരി കാർഡിയോളജി, ന്യൂറോളജി അങ്ങനെ സൂപ്പർ സ്പെഷ്യാലിറ്റികൾ മാത്രമുള്ളത്. അപ്പോൾ ഇങ്ങനെ 3 തലത്തിലാണുള്ളത്. അതിൽ മിക്കവാറും ചെറിയ അസുഖത്തിന് ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈമറി തലത്തിൽ തന്നെ പോകും. എന്തുകൊണ്ടാണ്? എല്ലാ ചികിത്സയും ഇൻഷുറൻസ് ആണ്, അതിൽ കോ പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ചെറിയ അസുഖത്തിന് വലിയ ആശുപത്രി പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ കാശ് പോകും. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ആൾക്കാർ പ്രൈമറി തലത്തിലേ പോവുള്ളൂ. പക്ഷേ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് UK വളരെ 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 നാൾ വെയിറ്റ് ചെയ്താലേ ഒരു മെഡിക്കൽ അപ്പോയിൻമെൻറ്റ് കിട്ടൂ. ഇന്ത്യയിലാണെങ്കിൽ ആരെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പോയി കാണാം. അപ്പോൾ ഈ ചൈനയിൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയിൽ ഏതാണ്ട് ഇൻ ബിറ്റ്വീനാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പേഷ്യൻറ്റിന് എവിടെ വേണേലും പോവാം. എനിക്കൊരു ജലദോഷത്തിന് 250 രൂപ ചിലവാക്കാൻ മടിയില്ലെങ്കിൽ കോർപ്പറേറ്റ് ആശുപത്രി പോവാം. അപ്പോൾ അതാണ് അവിടുത്തെ ഒരു സിസ്റ്റം. അവിടെ ചെറിയ അസുഖത്തിന് വലിയ ആശുപത്രി പോയിക്കൂടാന്നില്ല, പക്ഷെ ആ വലിയ ആശുപത്രി പോയാൽ അതിലെ കോ പേയ്മെൻറ്റിൽ നമ്മുടെ ഷെയർ നമ്മൾ കൊടുത്തേ പറ്റൂ. ഫ്രീ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. സർക്കാർ നിർബന്ധിതമായിട്ട് ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങൾ ഫ്രീ ആണ്. ഉദാഹരണമായിട്ട് വാക്സിൻ. സർക്കാർ പറയുന്ന വാക്സിൻ എടുക്കണം, അത് ഫ്രീ ആണ് എന്ന് മാത്രമല്ല അത് നിർബന്ധിതവുമാണ്. അതേസമയം ഇപ്പോൾ എനിക്ക് HPVയുടെ ഗാർഡാസിൽ 9 എടുക്കണം, അത് സ്വന്തം കാശ് മുടക്കി എടുത്തേ പറ്റൂ, ബിക്കോസ് അത് സർക്കാർ പറയുന്നില്ല. അപ്പോൾ അത് അനദർ തിങ് വിച്ച് അഗെയിൻ വി ഷുഡ് കോപ്പി. നമ്മൾ ഈ എല്ലാം ഫ്രീ എന്ന് നമ്മൾ പറയുന്നത് തെറ്റാണ്. കാരണം ഈ ഫ്രീ കൊടുക്കണമെങ്കിൽ ഇറ്റ് ഈസ് ഫ്രം സംബഡീസ് പോക്കറ്റ്. നമ്മൾ ചായയും വടയും വാങ്ങിക്കുമ്പോൾ കൊടുക്കുന്ന ടാക്സാണ് ഈ പൈസയായിട്ട് വരുന്നത്. അത് തോന്നിയ പോലെ ചിലവാക്കാൻ പാടില്ല. ഇപ്പോൾ വയസ്സായ ആളുകൾക്ക്, കുട്ടികൾക്ക്, അവർക്ക് ചിലവാക്കുന്നതിന് കുഴപ്പമില്ല. അല്ലാതെ തോന്നിയ മാതിരി ചിലവാക്കാൻ പാടില്ല. അങ്ങനെ ചൈനയിൽ ചിലവാക്കുന്നുമില്ല. ഈ ട്രഡീഷണൽ മെഡിസിൻസ് അത് ചൈനയിലുണ്ട്, അത് ഇൻഷുറൻസ് കവേർഡ് അല്ല. കാരണം മോസ്റ്റ് ദി ഇൻഷുറൻസ് മൾട്ടിനാഷണലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മോഡേൺ മെഡിസിനെയാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ കവർ ചെയ്തില്ലെങ്കിലും ഒരുപാട് പേര് ട്രഡീഷണൽ മെഡിസിന് പോകും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചാർജ് കുറവല്ലേ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു വയറിളക്കം അല്ലെങ്കിൽ ഒരു ജലദോഷത്തിന് ട്രഡീഷണൽ മെഡിസിനിൽ പോയി കഴിഞ്ഞാൽ 25 രൂപയാവും. അതേസമയം ഒരു
വലിയ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ 100 രൂപയാവും. അപ്പോൾ ഈ 100 രൂപ ആയാലും 25 രൂപ നമ്മളെ കയ്യിൽ നിന്ന് കൊടുക്കണം, കോ പേയ്മെൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ ട്രഡീഷണൽ മെഡിസിനിലോട്ട് ഒരുപാട് പേര് പോകുന്നുണ്ട്. അത് ട്രഡീഷണൽ മെഡിസിൻ പണ്ട് നമ്മളെ ജയപ്രകാശ് നാരായണനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഈ ബെയർ ഫുഡ് ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കോപ്പി ചെയ്തൊക്കെ കൊണ്ടുവന്നല്ലോ. സെയിം തിങ്. അവർ വളരെ എന്താ പറയുക, ബേസ് ഡോക്ടേഴ്സാണ്. വളരെ വളരെ ബേസിക് കാര്യങ്ങൾ മാത്രമേ അവർക്ക് അറിയുള്ളൂ, അത് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. ഈ ഡോക്ടേഴ്സ് ചൈനയിൽ നല്ലതാണോ ഇല്ലയോ എന്നൊരു ചോദ്യം, പ്രത്യേകിച്ചും ഈ വിദേശങ്ങളിലെ ആളുകൾ ചൈനയിൽ പോയി പഠിച്ചിട്ട് വരുന്നവരൊക്കെ വളരെ മോശമാണെന്നൊക്കെയാണ് ജനറലി ഒരു അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് ചൈനയിലെ ഡോക്ടർമാർ എങ്ങനെയെന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൈനയിൽ ചികിത്സയൊന്നും നേടിയിട്ടില്ല, അതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ഗൈഡ് പറഞ്ഞു തരുന്ന കാര്യങ്ങളെ അറിയാവുള്ളൂ. നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈനയിലെ പ്രസിഡൻറ്റോ പാർട്ടി സെക്രട്ടറിയോ ആരും തന്നെ ചൈനയ്ക്ക് വെളിയിൽ പോയി ചികിത്സ നേടുന്നതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ, അല്ലേ? അവരാരും തന്നെ ഒരു 80 വയസ്സിൽ കുറഞ്ഞ് ചാകുന്നുമില്ല. അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് നല്ലതല്ലേ? നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മുടെ നാട്ടിനെ പോലെ ഭരണാധികാരികൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ചികിത്സിക്കും, സാധാരണ ജനങ്ങൾക്ക് ഇവിടെ ലോകോത്തര ചികിത്സ അങ്ങനെ പറയുന്നത് അത് തള്ളാണ്. ആ പരിപാടി അവിടെ ഇല്ല. അവിടെ ഭരണാധികാരികൾ അവിടെ തന്നെ ചികിത്സിക്കും, അവർ വെളിയിൽ ഒരിടവും പോകില്ല. പിന്നെ ഇവിടെ വരുന്ന ചൈനയിൽ പഠിച്ചു വരുന്നവർ മോശമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് വെളിയിൽ നിന്ന് പഠിച്ചു വരുന്നവരും അവിടെ പഠിക്കുന്നവരും രണ്ടും രണ്ടാണ്. സോ ഇതാണ് എനിക്ക് ചൈനയുടെ മെഡിക്കൽ സിസ്റ്റത്തിനെ പറ്റി പറയാനുള്ളത്. താങ്ക് യു.